couldn't keep my eyes off of you. Was it make-believe or was it a dream? I've been waiting all my life. Feels like I've struck a gold mine. With your hand in mine, our love came alive. We've still got the rest of our lives. The rest of our lives. The rest of our lives. Oh, the rest of our lives. Dance with me beneath the stars, moonlight crashing on our wild hearts. With your hand in mine, everything is fine. We've still got the rest of our lives. For the rest of our lives. For the rest of our lives. അതിലും കൊടുക്കട്ടെ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവായ ദൈവമേ, ലോകാരംഭത്തിൽ അങ്ങ് മനുഷ്യവംശത്തെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചുവല്ലോ. സൃഷ്ടിജാലങ്ങളുടെ എല്ലാം അധിപനായി മനുഷ്യനെ ഉയർത്തിയ അങ്ങയോട് ഞങ്ങൾ നന്ദി പറയുന്നു. മനുഷ്യനെ ഏകനായിരിക്കുന്നത് നന്നല്ല, അവനെ പോലുള്ള ഒരു സഖിയെ അവന് വേണ്ടി ഞാൻ ഉണ്ടാക്കും എന്നരുൾ ചെയ്തുകൊണ്ട് ആദ്യത്തിന് സഖിയായി ഹവ്വായെ സൃഷ്ടിച്ച് നൽകുകയും അവരുടെ ദാമ്പത്യ ജീവിതത്തെ അനുഗ്രഹിക്കുകയും ചെയ്ത അങ്ങ് ഇന്ന് വിവാഹിതരാകാൻ പോകുന്ന ഞങ്ങളുടെ ഡെലിനെയും സോനയെയും അനുഗ്രഹിക്കണമേ. കാനായിലെ കല്യാണ വിരുന്നിൽ സംബന്ധിച്ചുകൊണ്ട് ദമ്പതികളെ അനുഗ്രഹിച്ച മിശിഹായെ ഇവരെ അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഇവരെ കാരുണ്യപൂർവ്വം കടാക്ഷിക്കണമേ. തിരുകുടുംബത്തിൻ്റെ കാവൽക്കാരായ മാർ യോസേപ്പേ, ദേവമാതാവായ പരിശുദ്ധ കന്യകാമറിയമേ, ഇവരുടെ വിവാഹം മംഗളകരമാകാനും ഇവരുടെ ദാമ്പത്യ ജീവിതം വിജയകരമാകാനും പ്രാർത്ഥിക്കണമേ. ഇവരുടെ പേരിന് കാരണക്കാരായിരിക്കുന്ന വിശുദ്ധരെ, കാവൽമാലാകന്മാരെ, ഇവരെ വിശുദ്ധരും സുരക്ഷിതരുമായി കാത്തുകൊള്ളണമേ. ആമേ. എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കന്മാരെ, ബന്ധുജനങ്ങളെ, പ്രാർത്ഥനകൾ ആശംസകൾ നൽകി എന്നെ സദയം അനുഗ്രഹിക്കണമേ. അബ്രാഹത്തെയും സാറയെയും അനുഗ്രഹിച്ച ദൈവം എന്നെയും അനുഗ്രഹിക്കട്ടെ. ആമേ. ദൈവത്തിന് സ്തുതി. Feels like the first time, every moment I'm with you. You still catch my eye with every little thing you do. It's like a river wild, running as free as it can be. Oh, it's waking up and realizing I'm still in a dream. Oh, let's go wherever the wind blows. Fly away where only the stars go. There's no end in sight. Let's get lost in time.
രക്ഷിതരായി തീർന്നിടാം. നവമൊരു പീഠമൊരുക്കിടാം. ഗുരുവിൻ സ്നേഹമോടിയാകും തിരുമുൻപാകെ അണച്ചിടാം. പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പനപോൽ തിരുനാമത്തിൽ ചേർന്നിടാം. ഒരുമയോടെ ബലി അർപ്പിക്കാം. ഭൂമിയിലെങ്ങും ഭക്തിയുടെ ശാന്തി പ്രത്യാശയുമെന്നേക്കും. ഭൂമിയിലെങ്ങും ഭക്തിയുടെ ശാന്തി പ്രത്യാശയുമെന്നേക്കും. ഭൂമിയിലെങ്ങും ഭക്തിയുടെ ശാന്തി പ്രത്യാശയുമെന്നേക്കും. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗ്ഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഘോഷിക്കുന്നു. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾക്ക് ലോകത്തിൽ വീണാവിടെയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ട് നാം രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. രാജപുത്രികളെല്ലാം ആന്തരികമാകുന്നു. അവളുടെ മേലങ്കി പൊന്നുപുതജനാകുന്നു. വിലയേറിയ കാഴ്ചകളുമായ രാജാവിനെ അവൾ സന്ദർശിക്കും. തോഴികളായ കന്യകമാർ അവളെ അനുഗമിക്കും. അവർ ഉല്ലാസഭരിതരായി രാജകൊട്ടാരത്തിൽ പ്രവേശിക്കും. എല്ലാ തലമുറകളും നിന്റെ നാമം അനുസ്മരിക്കും. നിന്റെ ഭാര്യ നിന്റെ ഭവനത്തിൽ ഫലസമൃദ്ധമായ മുന്തിരിവള്ളി പോലെയാകും. നിന്റെ മക്കൾ മേശയ്ക്ക് ചുറ്റും സൈത്തുമുളകൾ പോലെയുമായിരിക്കും. കർത്താവിനെ ആദരിക്കുന്ന മനുഷ്യർ ഇപ്രകാരം അനുഗ്രഹീതരാകും. കർത്താവ് സിഹ്യോനിൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കട്ടെ. ജീവിതകാലം മുഴുവൻ ഓസ്ലേമിന്റെ നന്മ നീ കാണട്ടെ. മക്കളുടെ മക്കളെ കാണാൻ നിനക്ക് ഇടവരട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ നീക്കും. ആമേൻ. ഞങ്ങളുടെ രക്ഷകന്റെ മണവാട്ടിയായ സഭയെ നീ സന്തോഷിക്കുക. നിത്യനായ ദൈവം നിന്റെ സ്നേഹം മൂലം നിന്നെ തന്റെ മണവാട്ടിയായി തിരഞ്ഞെടുത്തു. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിൻ്റെ പരിമളം ഞങ്ങളിൽ വീശുകയും അങ്ങയുടെ സത്യത്തിൻ്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷനാകുന്ന അങ്ങയുടെ തിരുക്കുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ മുടിചൂടി നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങയെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങ് നാട്ടിൻ്റെയും സൃഷ്ടാവാകുന്നു, സകലത്തിൻ്റെയും നാഥായം നീക്കും. ഞാൻ ലോകത്തിന്റെ പ്രകാശമാകുന്ന എന്നെ അനുഗമിക്കുന്നവൻ അന്ധകാരത്തിൽ നടക്കുകയില്ല എന്നതിൽ ചെയ്ത മിശിഹ നമുക്ക് മാർഗദീപമായിരിക്കട്ടെ.
പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. വിശുദ്ധരിൽ സംപ്രേഹനായി വസിക്കുന്ന പരിശുദ്ധനും സുത്യർഹനും ബലവാനും അമർത്തനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്തുവിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. എൻ്റെ സഹോദരരെ, നിങ്ങൾ എന്ന് ശ്രദ്ധയോടെ ശ്രവിക്കുവിൻ. വിശുദ്ധ പത്രോസ് ലീഹ എഴുതിയ 1-ാം ലേഖനം 3-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ. കർത്താവെ ആശീർവദിക്കണമേ. മിശിഹ അനുഗ്രഹിക്കട്ടെ. ഭാര്യമാരെ, നിങ്ങൾ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുവിൻ. വചനമനുസരിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ വാക്കുകൊണ്ടല്ല പെരുമാറ്റം കൊണ്ട് നേടാൻ ഭാര്യമാർക്ക് കഴിയും. അത് അവർ നിങ്ങളുടെ ആദരപൂർവകവും നിഷ്കളങ്കവുമായ പെരുമാറ്റം കാണുന്നത് മൂലമാണ്. ബാഹ്യമോടികളായ പിന്നെയ മൂടിയോ അണിയുന്ന സ്വർണ്ണാഭരണമോ ധരിക്കുന്ന വിശേഷ വസ്ത്രങ്ങളോ അല്ല. നിങ്ങളുടെ അലങ്കാരം പിന്നെയോ ദൈവസന്നിധിയിൽ അമൂല്യമായ സൗമ്യവോ ശാന്തവുമായ ആത്മാവാകുന്ന അനുശ്വര യജ്ഞമന്യ ആന്തരിക വ്യക്തിത്വമാണ്. ദൈവത്തിൽ പ്രത്യാശ വച്ചിരുന്ന വിശുദ്ധ സ്ത്രീകൾ മുമ്പ് ഇപ്രകാരം തങ്ങളെ തന്നെ അലങ്കരിക്കുകയും തങ്ങളുടെ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുകയും ചെയ്തിട്ടുണ്ട്. അബ്രാഹത്തെ നാഥ എന്ന് വിളിച്ചുകൊണ്ട് സാറ അനുസരിച്ചിരുന്നല്ലോ. നന്മ ചെയ്താൽ നിങ്ങൾ അവളുടെ മക്കളാകും. ഒരു ഭീഷണിയും കാര്യമാകേണ്ടതില്ല. ഇങ്ങനെ ഭർത്താക്കന്മാരെ, നിങ്ങൾ വിവേകത്തോടെ അവരോടൊത്ത് ജീവിക്കുവിൻ. സ്ത്രീ ബലഹീന പാത്രമാണെങ്കിലും ജീവദായകമായ കൃപയ്ക്കു തുല്യം അവകാശിനി എന്ന നിലയിൽ അവളോട് ബഹുമാനം കാണിക്കുവിൻ. ഇത് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കു തടസ്സമുണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ്. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. വിശ്വാസത്തിന്റെ പരിചയമേന്തി ആത്മാവാകുന്ന വാഴ്വരിച്ച് യേശുനാഥന്റെ പടയാളികളെ പോകാനണി ചേരുന്നു. വിളവേറെ വിളക്കാരും വളരെ വിരളം വിളവിന്റെ നാലാളി എന്നെ അയക്കണമേ. വിളവേറെ വിളക്കാരോ വളരെ വിരളം വിളവിന്റെ നാലാളി എന്നെ അയക്കണമേ. നമുക്ക് ശ്രദ്ധാപൂർവം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. 3-ാം ദിവസം ഗലീലയിലെ കാനായിൽ ഒരു വിവാഹ വിരുന്ന് നടന്നു. യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശുവും ശിഷ്യന്മാരും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. അവിടെ വീഞ്ഞ് തീർന്നു പോയപ്പോൾ യേശുവിൻ്റെ അമ്മ അവനോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. യേശു അവളോട് പറഞ്ഞു, സ്ത്രീ, എനിക്കും നിനക്കും എന്ത്? എൻ്റെ സമയം ഇനിയും ആയിട്ടില്ല. അവൻ്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുന്നു. യഹൂദരുടെ ശുദ്ധീകരണ കർമ്മത്തിനുള്ള വെള്ളം നിറയ്ക്കുന്ന 6 കൽഭരണികൾ അവിടെ ഉണ്ടായിരുന്നു. ഓരോന്നിലും 2-3 അളവ് കൊള്ളുമായിരുന്നു. ഭരണികളിൽ വെള്ളം നിറയ്ക്കുമെന്ന് യേശു അവരോട് കൽപ്പിച്ചു. അവർ അവയെല്ലാം വക്കോളം നിറച്ചു. ഇനി പകർന്ന് കലവറക്കാരൻ്റെ അടുത്ത് കൊണ്ട് ചെല്ലുവിനെന്ന് അവൻ പറഞ്ഞു. അവർ അപ്രകാരം ചെയ്തു. കലവറക്കാരൻ വീഞ്ഞായി മാറിയ ആ വെള്ളം രുചിച്ചു നോക്കി. അത് എവിടെ നിന്നാണെന്ന് അവൻ അറിഞ്ഞില്ല. എന്നാൽ വെള്ളം കോരിയ പരിചാരകർ അറിഞ്ഞിരുന്നു. അവൻ മണവാളനെ വിളിച്ചു പറഞ്ഞു, എല്ലാവരും മേൽത്തരം വീഞ്ഞ് ആദ്യം വിളമ്പുന്നു. അതിഥികൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്ന തരവും. എന്നാൽ നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വെച്ചുവല്ലോ. യേശു തൻ്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലയിലെ കാനായിൽ ചെയ്ത ഈ അത്ഭുതം. അവൻ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.
ഡെലിൻ സോന. ഈശോയുടെ നാമത്തിൽ ഞാൻ നിങ്ങളെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയാണ്. കാരണം കുറേ മാസങ്ങളായി, കുറേ ദിവസങ്ങളായി നിങ്ങൾ കണ്ടിരുന്ന, നിങ്ങൾ മനസ്സിൽ നെയ്തുകൂട്ടിയ സ്വപ്നങ്ങളും നിങ്ങളുടെ സങ്കല്പങ്ങളും അല്ലെങ്കിൽ നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ ഇന്ന് യാഥാർത്ഥ്യമായി വന്നിരിക്കുകയാണ്. അതുകൊണ്ട് ഇന്ന് നിങ്ങളുടെ ദിവസമാണ്. ഇന്നത്തെ നായകനും നായികയും ആരാണെന്ന് ചോദിച്ചാൽ നിങ്ങളാണ്. ഈ കഥയിലെ നായകൻ, ഇന്നത്തെ നായകൻ എന്ന് പറഞ്ഞ ഡെലിനും സോനയുമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളും നിങ്ങളുടെ ആഗ്രഹങ്ങളും അല്ലെങ്കിൽ നിങ്ങൾ നെയ്തുകൂട്ടിയ സ്വപ്നങ്ങളൊക്കെ സഫലീകരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാനാണ് ഞങ്ങളെല്ലാവരും വന്നിരിക്കുന്നത്. ഡെലിൻ്റെയും സോനയുടെയും മാതാപിതാക്കളെ ഈശോയുടെ നാമത്തിൽ ഞാൻ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു. കാരണം ദൈവം ദാനമായി നൽകിയ മക്കളെ വിശ്വാസത്തോടെ വളർത്തി അവർക്കാവശ്യമായ വിദ്യാഭ്യാസം കൊടുത്ത് സാധ്യമാകുന്ന ജോലി സാധ്യതകൾ കണ്ടെത്തി എല്ലാത്തിലും അപ്പുറത്ത് അവരുടെ ജീവിത പങ്കാളിയെ കണ്ടെത്തി ഒരു ജീവിതാന്തസ്സ സ്വീകരിക്കാനായിട്ട് പരിശ്രമിച്ച് രണ്ട് വീട്ടുകാരും തമ്മിൽ ആലോചിച്ച് ചേർച്ചകളൊക്കെ ഒരുമിച്ച് വെച്ച് നിങ്ങളെടുത്തൊരു തീരുമാനം, അത് ദൈവനാമത്തിൽ അത് നടപ്പിലാകുന്ന ഈ ദിവസം ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഡെലിനും സോനയും കഴിഞ്ഞാൽ പിന്നെ ഇന്ന് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നതും അഭിമാനിക്കുന്നതും അല്പം ആശങ്കയോടെ പ്രാർത്ഥിക്കുന്നതൊക്കെ മാതാപിതാക്കളാണ്. അതുകൊണ്ട് നിങ്ങളെയും ഞാൻ പ്രത്യേകമായി ദൈവനാമത്തിൽ നന്ദി പറയാം. ഡെലിനെൻ്റെ ഒരു ആത്മാർത്ഥ സുഹൃത്താണെന്ന് അറിയാം. ഞാനിവിടെ ശുശ്രൂഷ ആരംഭിക്കുമ്പോൾ ഡെലിനാണ് ഏറ്റവും ആദ്യം ഇവിടുത്തെ ശുശ്രൂഷകളിൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്നത്. ഡെലിൻ്റെ കല്യാണത്തിന് വരാനായിട്ട് സാധിച്ചത് എനിക്കേറെ സന്തോഷമാണ്. തിരക്ക് കാരണം ഡെലിൻ വിളിക്കാൻ മറക്കുമെന്ന് ഞാനും, എൻ്റെ തിരക്ക് കാരണം ഡെലിൻ വിളിച്ചാൽ അച്ഛൻ വരാതിരിക്കുമെന്ന് ഡെലിനും ഒരു ചെറിയ ആശങ്കയുണ്ടായിരുന്നു. അത് രണ്ടും ഇപ്പോൾ ഇല്ലാതെ വരും. അപ്പോൾ അതുകൊണ്ട് സന്തോഷത്തോടു കൂടി തന്നെയാണ് ഈ വിവാഹ ആശീർവാദ കർമ്മത്തിൽ അച്ഛൻ പങ്കെടുക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ മുക്കുവരെ മീൻ പിടിക്കാൻ പോയപ്പോൾ മിക്കവാറും അവർക്കൊന്നും കിട്ടാറില്ല. അന്നത്തെ ദിവസവും അങ്ങനെ തന്നെയാണ് സംഭവിച്ചത്. പക്ഷെ അവരുടെ വലയിൽ വേറൊരു വസ്തു കുടുങ്ങി. അതിന് പൊതുവെ പറയുന്ന പേരാണ് തിമിംഗല ഛർദി എന്ന് പറയും. ഇത് കാണാനൊന്നും അത്ര ഭംഗിയില്ല, നമുക്കതിനെക്കുറിച്ചൊന്നും അധികം അറിയില്ല. പക്ഷേ ഈ സാധനത്തിൻ്റെ വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അന്ന് അവരുടെ അധ്വാനത്തിൻ്റെ 10 ഇരട്ടി കിട്ടാവുന്നതിനേക്കാളും വലിയ വിലയാണ്. കാരണം ഇത് പല സൗന്ദര്യവർദ്ധക വസ്തുക്കൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നു, പല രോഗങ്ങളുടെ മരുന്നിന് വേണ്ടി വളരെ ഗൗരവമായ രീതിയിൽ ഉപയോഗിക്കുന്നു. അപ്പോൾ ശരിക്കും അതിന് ഭയങ്കര വാല്യൂ ഉണ്ട്. പക്ഷെ കാണുമ്പോൾ ആകെ എന്താ പറയുക, നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഒരു വള്ളം നിറച്ച് മീനുമായിട്ട്, അത് ബോട്ട് നിറച്ച് മീനുമായിട്ട് വരുന്ന ഒരു മുക്കുവരെയാണ്. പക്ഷെ അവരുടെ കയ്യിൽ വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല, ഇത് തന്നെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ആ വാർത്തയുടെ അവസാനം പറയുകയാണ് അവർ കൊണ്ടുവന്നത് സ്വർണത്തേക്കാൾ വിലയുള്ള ഒരു വസ്തുവാണ്. അച്ഛനിത് പറഞ്ഞത് ഇന്ന് ഡെലിനും സോനയും വിവാഹിതരാകുമ്പോൾ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, നിങ്ങളെടുക്കുന്ന ഈ ഒരു തീരുമാനം നിങ്ങളുടെ ജീവിതാന്തസ്സിൽ നിങ്ങൾ പരസ്പരം ബന്ധിതരായി മരണം വരെ ജീവിക്കാനായിട്ട് നിങ്ങൾ തയ്യാറാകുമ്പോൾ വിവാഹമെന്ന കൂതാശയുടെ മഹത്വം എന്തെന്ന് ആദ്യം നിങ്ങൾ മനസ്സിലാക്കണം. അത് മനസ്സിലാകാതെ പോയാൽ ഇപ്പോൾ ഈ ആഘോഷങ്ങളും ആരവങ്ങളും ആർഭാടങ്ങളും എല്ലാം നഷ്ടപ്പെടാൻ അധികം സമയമുണ്ട്. ശരിയാണ്, ഇന്നത്തെ ദിവസം നിങ്ങളുടെ അവസ്മരണീയമായ ദിവസമായി കണ്ട് നിങ്ങളിന്ന് എങ്ങനെയൊക്കെ ആഘോഷമാക്കാൻ പറ്റുന്നുവോ അതുപോലെയൊക്കെ ആഘോഷമാക്കാനായിട്ട് നിങ്ങൾ തയ്യാറാകുന്നുണ്ട്. ഒരു പരിധി വരെ നല്ലതാണ്, അതിലൊന്നും വിരോധമില്ല. കാരണം ഇന്നത്തെ ഒരു ദിവസം നിങ്ങളുടെ ദിവസമാണ്. അതെങ്ങനെയൊക്കെ ഇത് ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ കുറേയധികം കൂടിയിരിക്കുന്നു എന്ന് മാത്രമേ അച്ഛന് പറയാനുള്ളൂ. പക്ഷേ
ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞിട്ടതിൻ്റെ പേരിലൊന്നും കുറയാനോ അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ പറഞ്ഞതിൻ്റെ പേരിലൊന്നും കൂടാനോ പോകുന്നില്ല. എല്ലാം സെറ്റാക്കി വെച്ചിരിക്കുകയാണ്, എന്തെങ്കിലും ആവട്ടെ. പക്ഷേ അതാണ് ജീവിതം എന്ന് മനസ്സിലാക്കിയത്, അതിലാണ് ഏറ്റവും വലിയ കാര്യം എന്ന് മനസ്സിലാക്കിയത്. അതിന് പ്രാധാന്യം കൊടുക്കുമ്പോൾ സുഹൃത്തുക്കളെ, ഇതാ മക്കളെ, ഇനി ഞാൻ പറഞ്ഞതിനൊക്കെ എടുക്കാൻ മതി. തന്നെയുമല്ല, നിങ്ങൾക്കെടുക്കാനുള്ള എല്ലാ സൗകര്യം ഇവിടെ തരും. വിവാഹാശ്രദിക്കുന്നതും എല്ലാം ഇതൊരു കൂദാശയാണ്, കുർബാനയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും മാറുമ്പോൾ അത്ര എളുപ്പത്തിലൊന്നല്ല അവരെന്നെ ശ്രദ്ധിച്ചിരിക്കുന്നത്. എനിക്ക് തന്നെ എന്നെ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. അത് കുറച്ച് നേരത്തെ പറഞ്ഞു തുടങ്ങണമെന്ന് വിചാരിച്ചതാണ്. എൻ്റെ കയ്യിൽ മൈക്കില്ലാത്ത കാരണം കിട്ടിയപ്പോൾ പറഞ്ഞതാണ്. ഫോട്ടോ ഒക്കെ എടുക്കാം, എല്ലാം എടുക്കാം, പക്ഷെ ഇതൊരു കൂദാശയാണ്. അതിൻ്റെ വിശുദ്ധി നിങ്ങൾ ആദ്യം പഠിക്കണം. അത് ഈ ഒരു ദിവസത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ല നിങ്ങളുടെ വിവാഹജീവിതം. ഇന്ന് ആരംഭിക്കുന്നേയുള്ളൂ. അതുകൊണ്ട് അച്ഛനെ ആശങ്കപ്പെടുത്താനോ ആകുലപ്പെടുത്താനോ ഒന്നും പറയുന്നതല്ല. ഇതിൻ്റെ ഒരു മാഹാത്മ്യം, അതിൻ്റെ ഒരു വിശുദ്ധി അത് നിങ്ങൾ കാത്തു സൂക്ഷിക്കണം. അതുകൊണ്ട് ഇന്ന് മുതൽ നിങ്ങൾ മാത്രമാണ്. ഇന്ന് വരെ നിങ്ങളുടെ കൂടെ കുറേ പേരുണ്ടായിരിക്കും, എല്ലാത്തിനും എല്ലാവരും ഉണ്ടായിരിക്കും. പക്ഷെ ഇന്ന് മുതൽ ഡെലിനും സോനയുമാണ് നിങ്ങളുടെ ജീവിതം എന്ന് പറയുന്നത്. വിവാഹം ഒരു ഉടമ്പടിയാണ്, അതൊരു കോൺട്രാക്റ്റ് അല്ല. അപ്പോൾ നമ്മൾ എന്താണ് ഉടമ്പടിയും കോൺട്രാക്റ്റും തമ്മിലുള്ള വ്യത്യാസം എന്ന് ഒരു സെക്കൻഡ് കൊണ്ട് അച്ഛൻ പറഞ്ഞതാണ്. കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞാൽ രണ്ട് വ്യക്തികൾ തമ്മിൽ ചില വ്യവസ്ഥകളുടെ അടിസ്ഥാനത്തിൽ ഒരു വ്യവസ്ഥയിൽ ഏർപ്പെടും. അത് ആരെങ്കിലും ആ വ്യവസ്ഥ ലംഘിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് നിലനിൽക്കില്ല. പക്ഷെ ഉടമ്പടി എന്ന് പറഞ്ഞാൽ ഒരിക്കൽ ഒപ്പുവെച്ച് കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കലും അതിൽ നിന്ന് പിന്മാങ്ങാൻ പറ്റില്ല. നമ്മൾ ആദ്യം അവസാനം പറയുന്നത് ദൈവം മോശയുമായിട്ട് ഒരു ഉടമ്പടിയിലേർപ്പെട്ടു. സീനായിൽ മലയിൽ ദൈവം 10 കൽപ്പനകൾ കൊടുത്തപ്പോൾ മോശയുമായിട്ട് ഉടമ്പടിയിലേർപ്പെട്ടു. ഒന്നാമത്തെ കൽപ്പനയാണ് എല്ലാ കൽപ്പനകളേക്കും പ്രധാനം, ബാക്കി എല്ലാത്തിൻ്റെയൊക്കെ സപ്പോർട്ടിംഗ് ആണ്. എന്താ പറയുന്നത്? നിന്റെ ദൈവമായ കർത്താവ് ഞാനാകുന്നു, ഞാനുള്ളത് മറ്റു ദൈവം നിനക്കുണ്ടാകരുത്. ഇത് ജീവിതാവസാനം വരെ, യുഗാന്ത്യം വരെയാണ്. ഇന്ന് നിങ്ങളൊരു ഉടമ്പടിയിൽ ഏർപ്പെടുകയാണ്. എന്താണ്? സോനയ്ക്ക് ഡെലിനും ഡെലിന് സോനയുമാണ്. എവിടം വരെ? ജീവിതാവസാനം വരെ. ഇന്നെടുക്കുന്ന നിങ്ങളുടെ തീരുമാനം 2 ദിവസങ്ങൾക്ക് മുമ്പ്, ഞാൻ മനസ്സിലാക്കിയിടത്തോളം 2 ദിവസങ്ങൾക്ക് മുമ്പ് നിങ്ങളെടുക്കുന്ന തീരുമാനം പരസ്യമായി പറഞ്ഞു, മനസ്സമ്മതം എന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ ഇതാ ഈ സന്ദേശത്തിന്, വചന സന്ദേശത്തിന് ശേഷം വിവാഹത്തിൻ്റെ ഏറ്റവും ഗൗരവമായ തിരുക്കർമ്മങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നതിനേക്കാളും മുൻപ് നിങ്ങളോട് ഒന്നും കൂടി ചോദിക്കും. പേര് ചൊല്ലി വിളിച്ച് ചോദിക്കും, സാക്ഷികളെ നിർത്തി ചോദിക്കും, നിങ്ങൾ ഈ വിവാഹത്തിന് തയ്യാറാണോ? മക്കളിപ്പോൾ ഇങ്ങനെയൊക്കെ വരുന്ന കാണുമ്പോൾ അത്യാവശ്യം ഞങ്ങൾക്ക് മനസ്സിലായിക്കൂടെ നിങ്ങളിത് തയ്യാറായിട്ടാണ് വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെ വരേണ്ട കാര്യമില്ലല്ലോ. എന്നാലും ചോദിക്കും. എന്തിനാണ്? നാളെ നിങ്ങൾ പറയരുത് ഞങ്ങൾക്ക് മനസ്സിലായിരുന്നില്ല. അപ്പോൾ അത്രമാത്രം ഒരുക്കത്തോടെ നിങ്ങൾ സ്വീകരിക്കാൻ പോകുന്ന ഈ കൂദാശയുടെ വിശുദ്ധി, മഹത്വം മക്കൾ ഒരിക്കലും കളഞ്ഞിട്ടില്ല. സന്തോഷം നല്ലതാണ്, ആനന്ദം നല്ലതാണ്, ആഹ്ലാദം നല്ലതാണ്. പക്ഷെ അതാണ് വിവാഹ ജീവിതം എന്ന് മനസ്സിലാക്കിയാൽ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് നിരാശ തോന്നും. അച്ഛൻ നിർത്താം. ഇനി ഒറ്റ കാര്യമേ ഉള്ളൂ, ഭാഷ ഭിന്നിക്കാതെ നോക്കണം. എത്ര മാസമായി? 5 or 6 ഒരു ഫസ്റ്റ് 6 മാസം അല്ലേ? ഈ 6 മാസം നിങ്ങൾക്കിടയിൽ ഒരു ഭിന്നിപ്പുണ്ടായിരുന്നില്ല. ഡെലിൻ എന്ത് പറയുന്നു അത് സോന കേൾക്കുന്നു, സോന എന്ത് പറയുന്നു അത് ഡെലിൻ മനസ്സിലാക്കുന്നു. ശരിക്കും നിങ്ങളിങ്ങനെ എന്നാ പറയാം, അതുപോലെയായിരുന്നു. അത് ഭിന്നിക്കാതെ നോക്കണം. ഇനിയാണ് നോക്കേണ്ടത്. കാരണം ഇനി കുറച്ച് കഴിഞ്ഞാൽ സോനയ്ക്ക് മനസ്സിലാവും ഡെലിൻ പറഞ്ഞത് ഒന്നും അങ്ങനെയാണ്, അല്ലെങ്കിൽ ഡെലിന് മനസ്സിലാവും ഞാൻ ഇതാണ് യാഥാർത്ഥ്യം. അതാണ് നിങ്ങൾ സ്വീകരിക്കേണ്ടത്. ഇതുവരെ പറഞ്ഞതൊക്കെ മറന്നേക്കും. ഇനി ഒരു കാരണവശാലും അന്ന് ഇന്ന് അങ്ങനെ ഇങ്ങനെ ഇല്ല. ഇന്ന് മുതൽ ആരംഭിക്കുകയാണ്. അതാണ് ഇന്ന് മുതൽ ആരംഭിക്കുന്നത്. അതുകൊണ്ട് ഈ വന്നിരിക്കുന്ന എല്ലാവരും നിങ്ങളുടെ വിവാഹ ജീവിതം ദൈവാനുഗ്രഹം നിറഞ്ഞതാകട്ടെ എന്ന് പ്രാർത്ഥിക്കാനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അത് ജീവിതത്തിലുണ്ടായിരിക്കണം. ഒപ്പം പ്രാർത്ഥനയും വിശുദ്ധ കുർബാനയും
നമ്മുടെ കുടുംബ പ്രാർത്ഥനയും എല്ലാം ജീവിതത്തിന് ആവശ്യമാണ്. ദൈവം ദാനമായി നൽകുന്ന മക്കളെ സന്തോഷത്തോടെ സ്വീകരിക്കാൻ ഒരുങ്ങി സ്വീകരിക്കണം. അതിനൊക്കെ നിങ്ങൾക്ക് അറിയാം. അപ്പം അതുകൊണ്ട് എന്ത് ചെയ്യണം? അത് ദൈവം തരുന്നതാണെന്ന് മനസ്സിലാക്കി സ്നേഹത്തോടെ സന്തോഷത്തോടെ സ്വീകരിക്കും. ആ മക്കളെ പുണ്യത്തിൽ വളർത്തണം. ഇത് ഞാൻ ഇപ്പോൾ പറയുന്നതല്ല, വിവാഹം എന്ന കൂദാശയാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കണമെന്നുള്ളൂ. മക്കളെ പുണ്യത്തിൽ വളർത്തണം. അവസാനമായിട്ട് അച്ഛൻ പറയാം, ഈ വിവാഹത്തിൻ്റെ മറ്റ് കടമകൾ നിർവഹിക്കണമെന്ന് പറയും. അത് വളരെ ഗൗരവമുള്ളതാണ്. എന്താണ്? സോനയോട് അച്ഛനൊരു കുഞ്ഞൊരു ഉപദേശമുള്ളത് തോബിത്തിൻ്റെ പുസ്തകം 10-ാം അധ്യായം 12-ാമത്തെ വചനമാണ്. ഇപ്പോൾ ഒന്ന് അച്ഛൻ പറയാം, തിരക്കിൻ്റെ ഇടയിൽ കിട്ടിയില്ലെങ്കിൽ സ്വസ്ഥമായിരുന്നെന്ന് വായിച്ചാൽ മതി. തോബിത്തിൻ്റെ പുസ്തകം 10-ാം അധ്യായം 12-ാം വചനം. സംഭവം ഇങ്ങനെയാണ്. അതായത് റഘുവേലിൻ്റെ മകളായിരിക്കുന്ന സാറയെ തോബിയാസിന് വിവാഹം ചെയ്തു കൊടുത്തു. വീട്ടിലുള്ള വിരുന്നൊക്കെ കഴിഞ്ഞിട്ട് തോബിയാസിൻ്റെ അപ്പനായ തോബിത്തിൻ്റെ വീട്ടിലേക്ക് തൻ്റെ സ്വന്തം മകളെ അവളുടെ ഭർത്താവിൻ്റെ കൂടെ പറഞ്ഞയക്കുമ്പോൾ റഘുവേല് അവളെ സ്നേഹത്തോടെ തൻ്റെ നെഞ്ചോട് ചേർത്ത് പറയുന്നൊരു വചനമാണ്. അത് സോന കേൾക്കണം. ഇനിമേ നിൻ്റെ ഭർത്താവിൻ്റെ മാതാപിതാക്കളാണ് നിൻ്റെ മാതാപിതാക്കൾ. നിന്നെക്കുറിച്ച് നല്ലത് മാത്രം കേൾക്കാൻ എനിക്കിടവരുത്തട്ടെ, അവനവളെ ചുംബിച്ചു. മനസ്സിലായില്ല? ഡെലിനോട് എനിക്ക് ഒരു കുഞ്ഞുപദേശമുള്ളത് ഇത്രയേ ഉള്ളൂ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വിവാഹിതനാകുന്ന ഒരു പുരുഷൻ അല്ലെങ്കിൽ അന്ന് മുതൽ ഒരു റഫറിയുടെ റോളാണ്. പിന്നെ ഈ റഫറി എവിടെ ഉണ്ടാവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ റഫറി കളിക്കളത്തിലാണ്. മിക്കവാറും റഫറിക്ക് അപ്പുറം ഒരു ടീമുണ്ടാവും, ഇപ്പുറം ഒരു ടീമുണ്ടാവും. ഈ രണ്ട് ടീമിനെയും നിഷ്പക്ഷമായിട്ട് വിളിക്കാനായിട്ട് റഫറിക്ക് സാധിച്ചാൽ രണ്ട് ടീമിൻ്റെയും കളി നന്നാവും. ഏതെങ്കിലും ഒരു ടീമിനോട് അല്പം ഒരു പക്ഷപാതം കാണിച്ചാൽ മറ്റേ ടീം എത്ര നല്ല ടീമായാലും തോറ്റുപോകും. അല്ലെങ്കിൽ ചില ടീമിൻ്റെ ചില കാര്യങ്ങൾ കണ്ടില്ല എന്ന് വെച്ചാൽ മറ്റേ ടീം ദയനീയമായിട്ട് പരാജയപ്പെടും. ഇതിന് മനസ്സിലായല്ലോ? അതുകൊണ്ട് എളുപ്പമല്ല. എല്ലാവരും കൂടെയുണ്ട്. നമുക്ക് പ്രാർത്ഥിക്കാം. നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. സഹായിക്കും. ശരിയായിരിക്കും. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഭക്തിയോടും കൂടെ വിവാഹമെന്ന കൂദാശ വഴി ബന്ധിതരാകുന്ന ഇവർക്ക് വേണ്ടി കർത്താവെ ഈ വധുവരന്മാരുടെ മേൽ കരുണയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, വധുവരന്മാരുടെ മേൽ കരുണയുണ്ടാകണമേ. നിന്റെ മണവാട്ടിയായ സഭയ്ക്ക് വേണ്ടി സ്വജീവൻ അർപ്പിച്ച മണവാള, പരസ്പര സ്നേഹത്തിലും ഐക്യത്തിലും ത്യാഗപൂർണമായ ജീവിതം നയിക്കാൻ കർത്താവേ, വധുവരന്മാരുടെ മേൽ കരുണയുണ്ടാകണമേ. ദൈവവചനമാകുന്ന ആത്മീയവിരുദ്ധനായി സകലരെയും ക്ഷണിക്കുന്ന മിശിഹായെ, നിന്റെ പ്രമാണങ്ങൾ അനുസരിച്ച് മാതൃകാപരമായ കുടുംബജീവിതം നയിച്ച് സ്വർഗീയ വിരുന്നിൽ പങ്കുകാരാകാൻ കർത്താവേ, വധുവരന്മാരുടെ മേൽ കരുണയുണ്ടാകണമേ. വിവാഹബന്ധത്തിൻ്റെ അഭ്യർത്ഥതയെപ്പറ്റി പഠിപ്പിച്ച മിശിഹായെ, പരസ്പര വിശ്വാസത്തോടും ചാരിത്രശുദ്ധിയോടും കൂടി സന്തോഷപ്രദമായ ദാമ്പത്യ ജീവിതം നയിക്കാൻ കർത്താവേ, വധുവരന്മാരുടെ മേൽ കരുണയുണ്ടാകണമേ. കാനായിലെ കല്യാണ വിരലിൽ വെച്ച് തൻ്റെ സാന്നിധ്യത്താൽ വധുവരന്മാരെ അനുഗ്രഹിച്ച മിശിഹായെ, നിന്റെ സഹായത്തിൽ ആശ്രയിച്ചും ദിവ്യ സാന്നിധ്യം അനുഭവിച്ചും പ്രാർത്ഥനതരായി ജീവിക്കാൻ കർത്താവേ, വധുവരന്മാരുടെ മേൽ കരുണയുണ്ടാകണമേ. നമുക്കെല്ലാവർക്കും നമ്മയും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, വധുവരന്മാർ സന്തോഷത്തോടും പ്രതീക്ഷയോടും കൂടെ ആരംഭിക്കുന്ന കുടുംബജീവനം വിജയകരമായി നയിക്കാൻ ഇവരെ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ ശാന്തിയും സമാധാനവും ഇവരിൽ നിറക്കുകയും അങ്ങയുടെ ദാസർക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന നിത്യകിരീടം നേടാൻ ഇവരെ അർഹരാക്കുകയും ചെയ്യണമേ. അങ്ങയുടെ സ്നേഹത്തിൽ ഇവരെ വളർത്തിയ മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളെയും ഈ തിരുക്കർമ്മത്തിൽ പങ്കെടുക്കുന്ന ഞങ്ങളേവരെയും അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. പ്രിയ സഹോദരരെ, ഈ വധുവരന്മാർ വിവാഹമെന്ന കൂദാശയാൽ ബന്ധിതരാകാൻ പോകുന്നു. ഈ കൂദാശ യോഗത്തോടെ പരിക്രമം ചെയ്യുന്നതിന് പുരോഹിതൻ തനിക്ക് വേണ്ടി തന്നെ പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. നമുക്കെല്ലാവർക്കും ഭക്തിയോടും ശ്രദ്ധയോടും കൂടെ മൗനമായി പ്രാർത്ഥിക്കാം. പുരുഷന് ജീവിതസഖി നൽകിയ ദൈവമേ, അങ്ങയുടെ അനന്ത പരിപാലനയെ ഞങ്ങൾ വാഴ്ത്തുന്നു. ഭാര്യ ഭർത്താക്കന്മാരാകാൻ ആഗ്രഹിക്കുന്നവരെ സ്നേഹത്തിൽ ബന്ധിപ്പിക്കുന്ന ഈ കൂദാശ യോഗ്യതയോടെ പരികർമ്മം ചെയ്യാൻ അങ്ങയുടെ ഈ ദാസനെ ശക്തനാക്കണമേ. അങ്ങയുടെ കൃപാവരം സമൃദ്ധമായി എന്നിൽ ചൊരിയണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും.
വിവാഹ ഉടമ്പടിയിലേക്ക് പ്രവേശിക്കാം. ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി നൽകും. ബലിൻ മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടെ സോനയെ നിന്റെ ഭാര്യയായി സ്വീകരിക്കുന്നുവോ? സോന, മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടെ ബലിനെ നിന്റെ ഭർത്താവായി സ്വീകരിക്കുന്നുവോ? സാക്ഷികൾ, നിങ്ങൾ ഈ വിവാഹ ഉടമ്പടിക്ക് സാക്ഷികളാണല്ലോ. അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവം നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. സ്നേഹത്തോടും മനസ്സിന്റെ ഐക്യത്തോടും കൂടെ കുടുംബം ചേർന്ന് നയിക്കാൻ നമ്മുടെ കർത്താവായ ഈശോ മിശിഹ നിങ്ങളെ വിവാഹത്തിൽ ബന്ധിക്കുമാറാകട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ എന്നേക്കും. കുരിശുമരണം വഴി തിരുസഭയെ വധുവായി സ്വീകരിച്ച കർത്താവേ, വിശ്വാസവും സ്നേഹത്തിനും വധുവരന്മാരെ ഒന്നിപ്പിക്കുന്ന ഈ താലി ദയാപൂർവം ആശീർവദിക്കണമേ. ഐക്യത്തിന്റെ പ്രതീകമായി ഈ താലി അഭേദ്യമായ സ്നേഹത്തിനും പൂർണ്ണമായ വിശ്വസ്തയിലും ഇവർ ബന്ധിക്കുമാറാകട്ടെ. ജീവിതത്തിലുണ്ടാകുന്ന ക്ലേശങ്ങൾ സന്തോഷപൂർവ്വം സഹിക്കാനും എന്റെ ഇഷ്ടമനുസരിച്ച് പരിശുദ്ധരായി ജീവിക്കാനും ഇതിനുദ്ധമായിരിക്കുന്ന കുരിശ് ഇവർക്ക് ശക്തി നൽകട്ടെ. ഇവരുടെ വിശ്വസ്തയുടെ അടയാളമായിരിക്കുകയും ചെയ്യട്ടെ. കർത്താവായ ദൈവമേ, ഈ ദമ്പതിമാരുടെ സ്നേഹത്തിന്റെയും വിശ്വസ്തയുടെയും അടയാളമായി അവർ പരസ്പരം അണിയിക്കുന്ന ഈ മോതിരങ്ങൾ ആശീർവദിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ എന്നേക്കും. കൃപാവരത്തിന്റെ അനശ്വര വസ്ത്രത്താൽ മനുഷ്യാത്മാവ് അലങ്കരിക്കുന്ന കാരുണ്യവാനായ കർത്താവേ, ഈ മന്ത്രകൂടി ആശീർവദിക്കണമേ. പൂർണ്ണമായ ആത്മസമർപ്പണവും പരസ്പര സ്നേഹവും വഴി നിന്നെ ധരിക്കാൻ ഈ ദമ്പതിമാരെ അനുഗ്രഹിക്കണമേ. എന്റെ മണവാട്ടിയായ പ്രശസ്തയും മഹത്വത്തിന്റെ വസ്ത്രം ധരിപ്പിച്ച കർത്താവേ, ലോകത്തിൽ നിഷ്കളങ്കരായി ക്ഷീണിച്ച് സ്വർഗത്തിൽ മഹത്വത്തിന്റെ വസ്ത്രം അണിയാൻ ഇവരെ യോഗ്യരാക്കുകയും ചെയ്യണമേ. മംഗല്യ സൗഭാഗ്യമേകാൻ മണ്ണിനെ വിണ്ണോടു ചേർക്കാൻ കല്യാണരൂപനാകും യേശുനാഥൻ കരുണാവർഷം പൊഴിയുന്നു. മംഗല്യ സൗഭാഗ്യമേകാൻ മണ്ണിനെ വിണ്ണോടു ചേർക്കാൻ കല്യാണരൂപനാകും യേശുനാഥൻ കരുണാവർഷം പൊഴിയുന്നു. മംഗല്യ സൗഭാഗ്യമേകാൻ പ്രതിജ്ഞാവാചകങ്ങളെ ഏറ്റുചൊല്ലുക. ഇന്നു മുതൽ മരണം വരെ സന്തോഷത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും പരസ്പര സ്നേഹത്തോടും വിശ്വസ്തയോടും കൂടെ ഏക മനസ്സോടെ ജീവിച്ചു കൊള്ളാമെന്ന് വിശ്വസുവിശേഷം സാക്ഷിയാക്കി ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. ഈ വാഗ്ദാനം അനുസരിച്ച് ജീവിക്കാൻ സർവശക്തനായ ദൈവം ഞങ്ങളെ സഹായിക്കട്ടെ. സഹോദരരെ, നിങ്ങൾ തലകുനിച്ച് ആശീർവാദം സ്വീകരിക്കുകയും സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആന്തരിക സൗന്ദര്യത്താലും പരിശുദ്ധാത്മാവിന്റെ വരങ്ങളാലും അവിടുന്ന് നിങ്ങളെ സമ്പന്നരാക്കട്ടെ. തിരുസഭയുടെ ശിരസ്സായ മിശിഹായെപ്പോഴും നിങ്ങളുടെ ഭരണകർത്താവും സംരക്ഷകനുമായിരിക്കട്ടെ. ജീവിതത്തിലെ എല്ലാ പ്രവർത്തനങ്ങളിലും അവിടുത്തേക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കാൻ നിങ്ങളെ അവിടുന്ന് യോഗ്യരാക്കുകയും ചെയ്യട്ടെ.
അവിടെ വാലിൽ ചേരുമ്പോൾ സ്വയമേ മറന്നു നിന്നെ ചേരും ഈശോയേ. ഇനിമേൽ പിരിയുകില്ല തന്നെ ഈശോയേ. ദിവ്യകാരുണ്യമായുള്ളിൽ വായി ഈശോയേ. നവ്യഭോജ്യമായി നാവിൽ വക്കും ഈശോയേ. ഈ ദമ്പതിമാരുടെ മേൽ അങ്ങയുടെ കാരുണ്യത്തിന്റെ ഫലങ്ങളെ നീട്ടണമേ. അങ്ങയുടെ സംരക്ഷണത്തിന്റെ തണലിൽ ഇവരെ കാത്തുകൊള്ളണമേ. അബ്രാഹത്തെയും സാറയെയും അനുഗ്രഹിച്ച ദൈവമേ, അഭേദ്യമായ ഐക്യത്തിൽ ഇവരെ ഒന്നിപ്പിച്ച പരിപാലനത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. കർത്താവായ മിശിഹായെ ദമ്പതിമാരെ അനുഗ്രഹിക്കണമേ. നമ്മുടെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെയും തിരുകുടുംബത്തിന്റെ നായകനായ മാറിയ ഔസേപ്പിൻ്റെയും മാധ്യസ്ഥം ഇവരുടെ കുടുംബജീവിതത്തെ ഐശ്വര്യപൂർണ്ണമാക്കട്ടെ. സകല വിശുദ്ധരുടെയും പ്രാർത്ഥന ഇവരെ സഹായിക്കുകയും ചെയ്യട്ടെ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. അനന്തമായ സ്നേഹത്താൽ പുരുഷനും സ്ത്രീയുമായി മനുഷ്യരെ സൃഷ്ടിക്കുകയും സൃഷ്ടികർമ്മത്തിൽ അവരെ പങ്കാളികളാക്കുകയും ചെയ്ത കാരുണ്യവാനായ ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. വിവാഹത്തിന്റെ പുരാശയാൽ നിർമ്മലമായ സ്നേഹത്തിലും നിസ്വാർത്ഥമായ ആത്മസമർപ്പണത്തിലും അവിടുന്ന് നിങ്ങളെ കാത്തു പരിപാലിക്കട്ടെ. മിശിഹായുടെ അവയവങ്ങളും പരിശുദ്ധാത്മാവിന്റെ ആലയങ്ങളുമായ നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും പ്രീതികരവുമായ സജീവ ബലിയായ ദൈവത്തിന് സമർപ്പിക്കാൻ ഈ കൂദാശ നിങ്ങളെ ശക്തരാക്കട്ടെ. സന്താന സൗഭാഗ്യം നൽകി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയുടെ കൂട്ടായ്മയിൽ നിങ്ങളുടെ കുടുംബം അഭിവൃദ്ധി പ്രാപിക്കട്ടെ. നിങ്ങളുടെ ജീവിതം അവിടുന്ന് ഐശ്വര്യപൂർണ്ണമാക്കുകയും നിങ്ങളുടെ ആശകളും പ്രതീക്ഷകളും അവിടുന്ന് സഫലമാക്കുകയും ചെയ്യട്ടെ. ആവശ്യമേർക്ക് സഹായിക്കാൻ നിരവധി ആത്മാർത്ഥ സുഹൃത്തുക്കളെ ദൈവം നിങ്ങൾക്ക് പ്രദാനം ചെയ്യട്ടെ. സ്വർഗീയ മണവറയിൽ അവിടത്തേക്ക് സ്തുതിയും ബഹുമാനവും നിറഞ്ഞറിയും സമർപ്പിക്കാൻ നിങ്ങൾ യോഗ്യരാകട്ടെ. നവദമ്പതിമാരായ നിങ്ങളെയും ഈ തിരുധർമ്മത്തിൽ പങ്കുചേർന്ന എല്ലാവരെയും ദൈവം ആശീർവദിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സ്ത്രീയുടെ പരിഗണമേ സ്വസ്തി. ദൈവമേ, ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു. അങ്ങേക്കായെന്നും സ്തോത്രങ്ങൾ. പാരിതിന്നതിനാഥനായ ഞങ്ങളെന്നും സ്തുതിക്കുന്നു. നിത്യസൽപിതാവാകുമങ്ങയെ ആരാധിക്കുന്നു പാരകേ. ആരാധിക്കുന്നു പാരകേ. ദൈവദൂതന്മാരെ വരം പിന്നെ സ്വർഗവാസികൾ സർവരും സ്വർഗവും പ്രവേശിപ്പിക്കുന്നവരും സ്വർഗസംഗീതം മീട്ടുന്നു. സൈന്യാധീശനായിരം ദൈവം സംശുദ്ധൻ 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 നിത്യം സംശുദ്ധൻ സംശുദ്ധൻ. നിന്നനർഗമം സുനിതത്തിനാൽ വീണ്ടെടുത്തൊരിദാസരിൽ നിൻ കൃപാമൃതം ചിന്തനേയെന്നും യാചിപ്പൂ ഞങ്ങൾ സാദരം. നിത്യാനന്ദത്തിലങ്ങേ സ്നേഹിതർ ഒത്തുചേരാൻ കനിയണേ. ഒത്തുചേരാൻ കനിയണേ. അനുഗ്രഹദായകനുമായ ദൈവമേ, ഞങ്ങളുടെ തിരുശുദ്ധൻ സ്ഥാപിച്ച വിവാഹം എന്ന കൂദാശ വഴി വിശുദ്ധമായ കുടുംബജീവിതം ആരംഭിക്കുന്ന ഈ നവദമ്പതികളെ ആശീർവദിക്കണമേ. ഇവരുടെ അനുദിന ജീവിതത്തിൽ അങ്ങ് ഇവരുടെ മാതൃകയും വഴികാട്ടിയുമായിരിക്കണമേ. ആത്മീയവും ഭൗതികമായ അനുഗ്രഹദാനങ്ങൾ സമൃദ്ധമായി ഇവർക്ക് നൽകണമേ. തിരുകുടുംബത്തിൻ്റെ മാതൃകകൾ ജീവിക്കുവാനും വിശ്വാസം, ശരണം, സ്നേഹം എന്നീ പുണ്യങ്ങളിലും മറ്റ് ക്രിസ്തീയ സുഹൃത്തുക്കളിലും അനുദിനം വളർന്നു വരുവാനും ഇവരെ അനുഗ്രഹിക്കണമേ. ആമേൻ. സ്വമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. Here we stand, the world awaits.
சொல்லும், தாவி அழிக்க சொல்லும், இது கூட தெரியாதா? சிங்காரி என்ன கொஞ்சம் சிக்காம சிக்க எடுத்தா காதோட சுத்த வச்சா ரிங்கா ரிங்கா மண்ணாதி மன்னரெல்லாம் பின்னாடி வந்தாலுமே என்னாண்ட மாட்டிக்கு நான் தங்கா சந்தனமா ஏத்தி வச்ச குங்குமமா பார்த்தேனே கண்ணால கேட்டேனே ஒன்ன போல ஆக்கி வச்சு கெஞ்சணுமா தூக்கி வச்சு கொங்கணுமா மனமா கேக்குறிய பேச்சு நல்லா இல்ல చూడలే
തുമ്പി അരികിൽ വരാത്തതെന്തേ ഇനിയും വരാത്തതെന്തേ എൻ തുമ്പി അരികിൽ വരാത്തതെന്തേ പെൺമണിയെ ഞുണുക്ക് വിദ്യകളാൽ മാടപ്രാപിട പോലെ കുരുക്കിലാക്കണം. ഇനി എന്താ ചെയ്യണ്ടേന്ന് ഞാൻ പറഞ്ഞിട്ടാ. പൊട്ടപ്പെട നോക്കടാ തുടുത്ത പുങ്കമിഴി നനുത്ത കുഞ്ചിമിഴി മുത്താരം മുകിലാരും മുത്തമേകണം. ഇനിയുള്ളത് ഞാൻ പറഞ്ഞു തരില്ല. നീ എന്താന്ന് വെച്ചാൽ ആലോചിക്കുന്നു. പിച്ചിയും തെച്ചിയും ചൂടി കൊച്ചമ്മിണി പെണ്ണു വന്നാൽ തക്കിളി കിക്കിളി കൂട്ടി തക്കിടി കാതേണം. കുണുക്ക് പെൺമണിയെ നുണുക്ക് വിദ്യകളാൽ മാടപ്രാപിട പോലെ കുരുക്കിലാക്കണം. തുടുത്ത പുങ്കവിളിൽ നനുത്ത കുഞ്ചിമിഴിൽ മുത്താരം മുകിലാരും മുത്തമേകണം. കടമഴിയിൽ കമലദളം നടന്നാൽ പുലരി മഴ. കടമഴിയിൽ കമലദളം കവിളിനയിൽ സിന്ദൂരം നടന്നാൽ പുലരി മഴ പുഞ്ചുളിയിൽ പുന്നാരം. കടമഴിയിൽ കമലദളം കവിളിനയിൽ സിന്ദൂരം നടന്നാൽ പുലരി മഴ പുഞ്ചുളിയിൽ പുന്നാരം. പൂമാരത്തെ വെള്ളിക്കിണ്ണം കരയിലനക്കാൾ ഒളിച്ചു വച്ചു. മുക്കുത്തി കമ്മലിടും കൂട്ടാരങ്ങൾ സഖിമാരായി എന്നോട് തളരുമില്ല. കടമഴിയിൽ
പ്രൊമോഷൻ കിട്ടി, ഹസ്ബൻഡും വൈഫായിട്ടുള്ള ഒരു പ്രൊമോഷൻ. അപ്പൊ എന്താ പറയാനുള്ളത്? ഇപ്പോ 2 വാക്കിൽ പറയാൻ പറഞ്ഞ MCQ ക്വസ്റ്റ്യൻ ആവരുത്. എന്തെങ്കിലും 2 വാക്ക് പറയും. 2 വാക്ക് പറയാം. വളരെ സന്തോഷമുണ്ട്. ഞാൻ നേരം വൈകി വരുമ്പോൾ ഞാൻ വിചാരിച്ചു ഇവിടെ ഒന്നും ആൾക്കാരുണ്ടാവില്ല, പക്ഷെ എല്ലാവരും ഞങ്ങളെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. അതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഞങ്ങളുടെ ഡാൻസൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും അപ്പോൾ എല്ലാവർക്കും നന്ദി പറയാണ്, സപ്പോർട്ട് ചെയ്തതിനും എല്ലാത്തിനും. നിങ്ങളുടെ എല്ലാവരും പ്രാർത്ഥന അനുഗ്രഹവും എപ്പോഴും ഞങ്ങളോടൊപ്പം ഉണ്ടാവണം. താങ്ക് യു. ഇനി നമുക്ക് സോന ചേച്ചിയുടെ അടുത്ത് ചോദിക്കാം, എന്താണ് സോന ചേച്ചിക്ക് പറയാനുള്ളത്? എങ്ങനെ ഉണ്ടായിരുന്നു ഡെലിൻ ചേട്ടന്റെ ഫാമിലി തന്ന ഈ ഒരു വെൽക്കം? നല്ല വൈബുള്ള ഫാമിലിയാ. നല്ല വൈബുള്ള ഫാമിലി എന്ന് സോന ചേച്ചി പറഞ്ഞത്. വൈബ് ഉണ്ടായിരുന്നാ? ആ, വൈബ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇനി നമുക്ക് ഒഫീഷ്യൽ ആയിട്ടുള്ള സെറമണീസിലേക്ക് കടക്കാം. സോ അതിനു മുൻപായിട്ട് നമുക്ക് ഡെലിൻ ചേട്ടനെയും സോന ചേച്ചിനെയും പറ്റിയിട്ട് ചെറിയൊരു ബ്രീഫ് ഇൻട്രൊഡക്ഷനോട് കൂടിയിട്ട് തന്നെ നമുക്ക് ആരംഭിക്കാം. എല്ലാവർക്കും അറിയാം, ഡെലിൻ ചേട്ടൻ നമ്മുടെ പള്ളിയിലും KCYM-ലും ഒക്കെ ഒരു ആക്റ്റീവായിട്ടുള്ള ഒരാളാണ്. എന്നാലും ഞാൻ പറയാം ചെറിയൊരു ഇൻട്രൊഡക്ഷൻ ആയിട്ട്. സോ മിസ്റ്റർ ഡെലിൻ ഡേവിഡ്, വർക്കിംഗ് ആസ് എ കസ്റ്റമർ റിലേഷൻഷിപ്പ് ഓഫീസർ അറ്റ് CSB ബാങ്ക് ചിറ്റാട്ടുകര. ആൻഡ് മിസ്സസ് സോന ജോൺ, ഷീ ഈസ് എ സ്റ്റാഫ് നഴ്സ് അറ്റ് മെട്രോപൊളിറ്റൻ ഹോസ്പിറ്റൽ കൂർക്കഞ്ചേരി. സോ ഇപ്പം നമുക്കറിയാം ഈ ഒരു ഫ്രെയിം ഇവിടെ കംപ്ലീറ്റ് അല്ല. നമുക്കറിയാം വിവാഹം എന്ന് പറയുന്നത് തന്നെ 2 ഹൃദയങ്ങളുടെ കൂടിച്ചേരൽ മാത്രമല്ല, 2 ഫാമിലീസിന്റെ കൂടിച്ചേരലാണ്. അപ്പോൾ ഇവരുടെ കൂടെ ഇവരുടെ സപ്പോർട്ടിംഗ് പില്ലേഴ്സ് ആയിട്ടുള്ള ഫാമിലീസിനെ കൂടി നമുക്ക് ഇൻവൈറ്റ് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഡെലിൻ ചേട്ടന്റെ ഫാമിലിനെയാണ് വെൽക്കം ചെയ്യുന്നത്. ഡെലിൻ ഡേവിഡ്, സൺ ഓഫ് മിസ്റ്റർ ഡേവിഡ് CL and Mrs. Liji David, and he is having a brother, Mr. Defin David. I welcome the whole family onto the stage. നല്ലൊരു കൈയടി കൊടുത്തുകൊണ്ട് നമുക്ക് ഡെലിൻ ചേട്ടന്റെ ഫാമിലിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ഓക്കെ, അടുത്തത് നമുക്ക് നമ്മുടെ ബ്യൂട്ടിഫുൾ ബ്രൈഡ് ആയിട്ടുള്ള സോന ചേച്ചിയുടെ ഫാമിലിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. മിസ്സസ് സോന ജോൺ, daughter of Mr. John and Mrs. Julie John, and she's having a beautiful sister, Miss Donna John. I welcome the whole family onto the stage. നല്ലൊരു കൈയടി സോന ചേച്ചിയുടെ ഫാമിലിക്ക് കൂടി കൊടുക്കാം നമുക്ക്. ഓക്കെ, ഇനി നമുക്ക് 2 പേരെയും കൂടി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാനുണ്ട്. ഇങ്ങനെ ഒരു ബ്യൂട്ടിഫുൾ മൊമെന്റ് ഇവിടെ നടക്കുമ്പോൾ നമുക്ക് 2 പേരുടെ ബ്ലെസ്സിങ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിനായി ഞാൻ ഡെലിൻ ചേട്ടൻ്റെ അപ്പാപ്പനെയും അമ്മാമ്മേനെയും സ്വാഗതം ചെയ്യാണ്. ലാസർ അപ്പാപ്പനെയും ജെസി അമ്മാമ്മയെയും ഞാൻ ഹൃദയപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഈ ഫ്രെയിം ഒരു കംപ്ലീറ്റ് ഫ്രെയിം ആയിട്ടുണ്ട്. ഇവിടെ ലൈഫ് ലോങ് ഇവരെടുത്ത് വെക്കാൻ പോകുന്ന ഒരു ബ്യൂട്ടിഫുൾ ഫോട്ടോ ആയിട്ട് ഇത് മാറട്ടെ. അപ്പോൾ ഇപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ 2 പാരൻസിനും ഭയങ്കര സന്തോഷമുള്ള ഒരു മൊമെന്റ് ആയിരിക്കും അല്ലേ? അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഡെലിൻ ചേട്ടൻ്റെ അമ്മയുടെ അടുത്ത് ചോദിക്കാൻ പോവാണ്. എന്താ ഡെലിൻ ചേട്ടൻ്റെ അമ്മ പേടിച്ചു, എന്താണ് ഇപ്പം ഈ പറയാനുള്ളത്? ഇപ്പം ഡെലിൻ ചേട്ടൻ്റെ കല്യാണമൊക്കെ കഴിഞ്ഞു, പുതിയൊരു മരുമകളെ കിട്ടി, ഈ മകളായിട്ട് തന്നെ ചേച്ചി കൂടെ ഉണ്ടാകും. അപ്പം എന്താണ് ഇപ്പം പറയാനുള്ളത്? സന്തോഷാണ്, ഒരു മോളെ കിട്ടിയ സന്തോഷം. ഡെലിൻ ചേട്ടൻ്റെ അമ്മക്ക് നല്ല സന്തോഷമാണെന്ന് പറഞ്ഞു. ഇനി നമുക്ക് സോന ചേച്ചിയുടെ അമ്മയുടെ അടുത്ത് ചോദിക്കാം, എങ്ങനെയുണ്ട് ഡെലിൻ ചേട്ടൻ? പുതിയൊരു മകൻ ഇങ്ങനത്തെ പോസ്റ്റ് ഒക്കെ കിട്ടിയിരിക്കുകയാണ്. എങ്ങനെയുണ്ട് ജൂലി ആൻറ്റി, ഡെലിൻ ചേട്ടൻ? നല്ല സന്തോഷത്തോടു കൂടിയാണ് ഈ ഫാമിലി ഇവിടെ നിൽക്കുന്നത്. സോ നെക്സ്റ്റ് നമുക്ക് ഇനി ഒഫീഷ്യലായിട്ടുള്ള സെറമണീസിലോട്ട് കടക്കാം. ആദ്യം തന്നെ തിരി തെളിയിച്ചുകൊണ്ട് ഇന്നത്തെ ഈ സുദിനം നമുക്ക് ആരംഭിക്കാം. അതിനായി ഞാൻ ഡെലിൻ ചേട്ടനെയും സോന ചേച്ചിയെയും ഫ്രണ്ടിലോട്ട് വരണമെന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. കഴിയുമെങ്കിൽ ക്യാൻഡിൽസ് നമുക്ക് കുറച്ചും കൂടി സെൻറ്ററിലേക്ക് പ്ലേസ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരുന്നു. എല്ലാ ഫാമിലീസിനെയും ഇൻക്ലൂഡ് ചെയ്യാമായിരുന്നു. Morning light breaking through
Dashboard dreams of what could be in the great unknown. We have no map, we got no plans, just open road. Say you'll stay with me forever, say you'll be my only love. We can make it through whatever, say you'll be my only love. In this day, we got the whole world at our feet. We'll take our time, yeah, we'll be who we wanna be. Under this sky, I'm so alive when you're with me. This open door, this empty page for the heart set free. Say you'll stay with me forever, say you'll be my only love. We can make it through whatever, say you'll be my only love. 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 മനമറിയുന്നോള് ഇവളാ കെട്ടോള് മനമറിയുന്നോള് ഇവളാ കെട്ടോള് കനവില് വന്നോള് നിൻകരളായി പോന്നോള് കനവില് വന്നോള് നിൻകരളായി പോന്നോള് പരിണയരാവിൽ അവനൊരുങ്ങുമ്പോൾ ഹൃദയം തന്നോള് പാട്ടുപെട്ടി പോൽ കൊഞ്ചിട്ട് എത്തുന്ന ചുറ്റിട്ടോള് ചെവി കാത്തിരുന്നൊരാ നാളെത്തി ഒട്ടി ഒട്ടി ഇട നെഞ്ചു മുട്ടി കഥ പുടരും ഇതിവരുടെ കല്യാണം അവൾക്കിനി എന്നും പെരുന്നാള് അനുഗ്രഹം വേണം പുണ്യ Together.
టూ గానికి 22 బస్తిల మస్తు కట్అవుట్ బచ్చాగాన్ల బ్యాచ్ ఉండేది వచ్చినమంటే సుట్టు సిగ్గు షీరగట్టుకోని చెడు వీరు మెరిసినట్టు పొట్లంగట్టిన బిర్యానీకి పొట్టు బిల్ల పెట్టినట్టు బంగా మీద నిలుసోనుందిరో ఓ సందమామ సుఖరాగక చక్కరొచ్చెరో శ్రీమందమ్మావ చిక్క లెక్క దుంకుతుంటెరో ఆ సందమావ చుక్కి జారి చిక్కుకుందిరో నాడిల్లుకు మావ రాములో రాములా నన్నాగం చేసిందిరో రాములో రాములా నా పానం తీసిందిరో రాములో రాములా నన్నాగం చేసిందిరో రాములో రాములా నా పానం తీసిందిరో చింతామర పువ్విన్నల్లే న్యావల కానిర చుట్టల్లే అంబిడి చొప్పని తూకమల్లే తుంబ పల్లల్లే వాకుటలు మేఘచ్చేలల్లే మారడి
കരിമുകിലിൻ ജനലഴിയിൽ ഈ കൺമണിയെ നോക്കരുതേ ഇന്നതിന്നാക്ക് ചേരണമെന്നത് വിധിയുടെ വിളയാട്ടം കാർമുകിൽ നെയ്യെടുത്ത് നിറച്ചു വച്ചു നല്ല വെണ്ണിലാവിൻ മന്ത്രകോടി മടക്കി വെച്ചു നാട്ടിലാകെ മൈക്ക് വച്ച് പാടി നേരന്നു ഇനി നാടടക്കും കല്യാണ വിളി വിളിക്കൂ അച്ഛനമ്മ മാറു വന്നു പള്ളു വിളിച്ചാൽ ഞാൻ കർത്താവിന്റെ രൂപം ചൂണ്ടി കാട്ടിക്കൊടുക്കും ഇനി ആരെന്തും പറഞ്ഞോട് എല്ലാതും പെണ്ണേ ഞാൻ വിടില്ല ഒന്നേ ഞാൻ വിടില്ല വിടില്ല നിന്റെ പിടി വിടില്ല എല്ലാ പെണ്ണേ ഞാൻ വിടില്ല എന്നെ പിന്നെ കൊന്നാലും കൊന്നേ നിന്റെ പിടി വിടില്ല സോനാ സോനാ നീ ഒന്നാം നമ്പർ അടിമുടി വടി വടകിൽ ഒന്നാം നമ്പർ സോനാ സോനാ നീ ഒന്നാം നമ്പർ പടയടി കടി പൊള്ളിയിൽ ഒന്നാം നമ്പർ കടവിഴികിണയിൽ മലരകല്ലേ മണിമുകിലല്ലേ കരിമുടിയിരകിൽ മറുപടി നീ ചൊല്ലൂരെങ്കിലെങ്കില സോനാ സോനാ നീ ഒന്നാം നമ്പർ മതം കൊണ്ട് മടിയെന്നു മനസ്സ് മയങ്ങി സംഗീതം നുരയിടും കടൽ പോലെ സന്തോഷം പൊഴിക്കുന്ന ഗസൽ പോലെ സംഗീതം നുരയിടും കടൽ പോലെ സന്തോഷം പൊഴിക്കുന്ന ഗസൽ പോലെ ഷറാബ് പോലെ തുള്ളി തുള്ളി തുളുമ്പും സംഗീതം നിലാവായി ഉള്ളി തുള്ളി തുടിക്കും മുത്തച്ചിരി ചിലമ്പൊലിയെ രാത്രി മുറ്റത്തല്ലേ ഉല്ലാസപുരം कब से तोरी राह निहारूं झुमका कंगना सजाऊं हाथों में मैं मेहंदी रचा के अपने पिया को रिझाऊं प्रीत ये तेरी ऐसी लगी जो मन को कुछ ना भावे हाय सुध बुध खो के दिल ये मेरा पल पल क्यों घबरावे बन के तेरी जन्मों जन्म यूं साजन जी साज श्रृंगार तेरे लिए बस करती रहूं अब
मन को कुछ ना भावे, हाय सुध बुध खो के दिल ये मेरा पल पल क्यों घबरावे।
കുറിയില്ല, മുറുക്കില്ല, വെള്ളാടിയില്ല. അതൊക്കെ എന്തിനാ ഇവിടെ പറയുന്നേ? കിടക്കട്ടെന്നേ. സാർ പോയി കിടന്നോളൂ. ഞാനൊന്ന് പറയട്ടെ. എന്നാ സാർ പറയും. മോളെ, ഇവൻ നല്ല ചെറുക്കനാ. ഇവന്റെ കൂടെ പോയ പട്ടിണി മാറിക്കും. മോളെ, ഇവൻ നല്ല ചെറുക്കനാ. ഇവന്റെ കൂടെ പോയ പട്ടിണി ഇല്ല, നിനക്കെന്ന് സദ്യ കൊണ്ട് കഴിയുകയും ചെയ്യും. ഉല്ലാസഗായികേ നിന്നായകനീ ഞാനേ എൻ കിന്നര വീണയിലീണം വീട്ടാൻ പന്തടയും വേഗം ഉന്മാദതായിനേ നിന്നീലക്കണ്ണാനേ എൻ സങ്കൽപ്പത്തിൻ തങ്കക്കോലം തള്ളി തുറന്നോ നല്ല മാമൂവിൻ മണമോലം കവിളല്ലിയിൽ എന്റെ പ്രണയത്തിൻ സമ്മാനം കൊടുവിക്കും ഞാൻ കണ്ണി പുലർമഞ്ഞ പുതിയുന്ന പൂങ്കാവു നീയടി നിനിയുള്ള ജന്മങ്ങൾ പാരാവു ഞാൻ ഉല്ലാസഗായികേ നിന്നായകനീ ഞാനേ എൻ കിന്നര വീണയിലീണം വീട്ടാൻ പന്തടയും വേഗം ഉന്മാദതായിനേ നിന്നീലക്കണ്ണാനേ എൻ സങ്കൽപ്പത്തിൻ തങ്കക്കോലം തള്ളി തുറന്നോ പൂവിരിക്കും തീരം ഉലകങ്ങൾ തേടും നേരം ഒരു ഗാനം പാടുവാനും പാടി അലകടലും കാറ്റും കാമിക്കില്ലേ ഇനി അവളും ഞാനും പ്രേമിക്കില്ലേ അലകടലും കാറ്റും കാമിക്കില്ലേ ഇനി അവളും ഞാനും പ്രേമിക്കില്ലേ മനമറിയുന്നോള് ഇവളാ കെട്ടിയോള് മനമറിയുന്നോള് ഇവളാ കെട്ടിയോള് കനവില് വന്നോള് നിൻ കരളായി പോന്നോള് കനവില് വന്നോള് നിൻ കരളായി പോന്നോള് പരിണയരാവിൽ പകലൊരുങ്ങുമ്പോൾ ഹൃദയം തന്നോള് തലതാത്തിരുന്നാൾ ബാൻഡടി പോലെ ഉള്ളു കവർന്നോള് പാട്ടുപെട്ടി പോൽ കൊഞ്ചിട്ട് എട്ടെന്ന് ചുറ്റിട്ടോള് ഇനി കാത്തിരുന്നൊരാ നാളെത്തി ഒട്ടിയൊട്ടികിട നെഞ്ചുമുട്ടി കഥ തുടരും ഇതിവരുടെ കല്യാണം അവർക്കിനി എന്നും പെരുന്നാള് അനുഗ്രഹം വേണം പുണ്യാള അമ്പ് പെരുന്നാൾ ചേലോടെ എന്റെ മുന്നിൽ വന്നവള അന്ന് തൊട്ട് ഉള്ളാകെ തട്ടണം എന്നിവള ആരുമില്ല നേരത്ത് ശൃംഗാരമോതും കന്നിവള വീടു നിറയെ പിള്ളേരായി എന്നാടു വാഴാൻ പോണോള പാതിരാവിൻ പാതിലെന്നും ചാരിടുന്നു പാതിയായി എന്നുമെന്നിൽ ഒട്ടിടുന്നോള് അവൾക്കിനി എന്നും പെരുന്നാള് അനുഗ്രഹം വേണം പുണ്യാള അവൾക്കിനി എന്നും പെരുന്നാള് അനുഗ്രഹം വേണം പുണ്യാള ഉദിച്ച ചന്ദ്രന്റെ ചന്തമായി ഞാൻ അറിഞ്ഞ പൊന്നല്ലേ കണ്ണല്ലേ നിനക്കു വെണ്ണിലാവ് പാൽക്കുടങ്ങൾ കൊണ്ടുവന്നു തന്നില്ലേ തന്നില്ലേ ഉദിച്ച ചന്ദ്രന്റെ ചന്തമായി ഞാൻ അറിഞ്ഞ പൊന്നല്ലേ കണ്ണല്ലേ നിനക്കു വെണ്ണിലാവ് പാൽക്കുടങ്ങൾ കൊണ്ടുവന്നു തന്നില്ലേ തന്നില്ലേ താരകങ്ങൾ കണ്ണുവച്ച പാരിജാതമല്ലേ താഴെ എന്റെ കൂടെ നഞ്ഞ പഞ്ചവർണ്ണമല്ലേ തങ്കമെന്റെ കൽക്കവർണ്ണ പുണ്യം മുത്താനും മുത്തല്ലേ
जैसे बारिशों में बहारों को है बना, रेशमी से धागे जैसी उलझी है राहें तुमसे, किस्मतों ने अपनी हमें चुना। बीते सारे जन्म की मैं न जानूं दास्तां, ना हूँ मैं मिर्जा कोई, ना ही कोई रांझना। इस जन्म में लिखा है साथ तेरा और मेरा, जानू इतना बस मैं मेरे माहिया, जानू इतना बस मैं मेरे माहिया। हाँ मेरा रब भी तू और जुनून भी तू, हर बीती सांस से तू सुकून, न चाहूं रब से मांगा था पहले जो, जिसे मांगूं मैं वो है तू। हाँ मेरा रब भी तू और जुनून भी तू, हर बीती सांस से तू സമസ്തനായ ഞങ്ങളുടെ പിതാവേ, അവൾ വരും വസന്തമായി, ഇതൾ തൊടും വിലോലമായി മിഴിയ